ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു നാടൻ വിഭവമായ കരിക്കും ചെമ്മീനും വെച്ചിട്ടുള്ള ഒരു ഉലർത്ത് അഥവാ റോസ്റ്റാണ്. വളരെ ടേസ്റ്റിയും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കരിക്ക് കനം കുറച്ച് നീളത്തിൽ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിക്കായിട്ട് കരിക്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ മൂത്ത് പോകാത്ത, കൈകൊണ്ട് നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കരിക്ക് വേണം എടുക്കാനായിട്ട്. എന്നാൽ തീരെ ഇളയ കരിക്കും എടുക്കരുത്. ഇനി വേണ്ടത് ചെമ്മീനാണ്. ഞാനിവിടെ ചെറിയ സൈസിലുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കരിക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി കഷ്ണങ്ങളാക്കിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പാൻ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞ് ഇതിലെ വെള്ളമെല്ലാം തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പാനൊന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാൻ്റെ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും പാൻ മൂടി വെച്ച് കുക്ക് ചെയ്യണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. കൂടുതൽ ഡ്രൈ ആയൊന്നും പോകണ്ട. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോഴേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്നവരും നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടികളെല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കരിക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാലയെല്ലാം കഷ്ണങ്ങളിൽ പിടിക്കുന്നവരും നല്ലപോലെ വഴറ്റി കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല നല്ലതുപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് തുറന്നതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ രുചികരവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ കരിക്ക് ചെമ്മീൻ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള നാടൻ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.